ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിയാദ് ഇബ്രാഹിം. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കോട്ടയത്താണ്. കോട്ടയത്തിനടുത്ത് കടുവാക്കുളം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ വാപ്പയും ഉമ്മയും വാടകയ്ക്കായി താമസിക്കുവാനായി കടന്നു വന്നത്. അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. മൂത്ത സഹോദരി സീനത്ത് ബീഗം, ഇളയാൾ സജിദ ബീഗം. എൻ്റെ ഉമ്മയുടെ വീട് ആലപ്പുഴയിലാണ്. സക്രിയ ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഉമ്മ ജനിച്ച് വളർന്നത്. എൻ്റെ വാപ്പ കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ ചെന്ന് എൻ്റെ ഉമ്മ വിവാഹം കഴിക്കുകയും അവരൊരുമിച്ച് കോട്ടയത്തെ കടുവാക്കുളത്ത് പള്ളിവാതുക്കൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ കുടുംബത്തിൽ അവരുടെ ഒരു പോർഷനിൽ വാടകയ്ക്ക് താമസിക്കുവാനും ആരംഭിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. കടുവാക്കുളം എന്ന് പറയുന്ന ദേശം വലിയ പ്രസിദ്ധമുള്ള നാടൊന്നുമല്ല. എങ്കിലും കടുവാക്കുളം ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കടുവാക്കുളം എന്ന സ്ഥലത്തിന് പേരും പെരുമയും നൽകിയത്. ആ കുടുംബത്തിലാണ് എൻ്റെ വാപ്പയും ഉമ്മയും താമസിക്കുവാനായി ചെല്ലുന്നത്. അവിടെ വെച്ചാണ് 2ാമൻ രാജാവ് എന്ന നിലയിൽ ഞാൻ ജനിക്കുന്നത്. അവിടെ എല്ലാ ദിവസങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കത്തോലിക്കരായ സഹോദരങ്ങൾ ഒരു ബൈബിളുമായി കടന്നുവരും. ആ വലിയ പുസ്തകം തിണ്ണയിൽ വെച്ച് എൻ്റെ വാപ്പയും അപ്പാപ്പനുമൊക്കെയായി ചൂടേറിയ സംവാദങ്ങൾ നടക്കും. അവർ പറയുന്നത് യേശുക്രിസ്തുവാണ് ദൈവം എന്നാണ്. എന്നാൽ എൻ്റെ വാപ്പയും അപ്പാപ്പനും പല്ലും നഖവും ഉപയോഗിച്ച് അത് എതിർക്കും. അവർ പറയും യേശുക്രിസ്തു എന്ന് പറയപ്പെടുന്ന ഈസ ഒരു പ്രവാചകൻ മാത്രമാണ് എന്നവർ പറയും. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈസ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ ദൈവത്വത്തെ ശക്തമായി നിരാകരിക്കുകയും ശക്തമായി ആ സന്ദേശത്തെ എതിർക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ ദിവസങ്ങളിലും ആ കത്തോലിക്കരായ സുഹൃത്തുക്കൾ കടന്നു വരികയും യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവരുമായി പങ്കിടുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും അവർ പരാജയപ്പെട്ടു പോകുന്നത് ഞാൻ കാണാറുണ്ട്. എൻ്റെ വാപ്പ ചോദിക്കും, യാതൊരു വിഗ്രഹങ്ങളും പാടില്ല, യാതൊരു ശില്പങ്ങളും ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് നിങ്ങളുടെ ബൈബിൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദേവാലയങ്ങളിൽ ഇത്രയും നിറയെ ശില്പങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്നെൻ്റെ വാപ്പ ചോദിക്കും. അപ്പോൾ ആ ക്രൈസ്തവ സഹോദരങ്ങളുടെ മുഖം മങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, വളർന്നു വരുമ്പോൾ ഒരു ബൈബിൾ സംഘടിപ്പിക്കണം. ആ ബൈബിൾ വായിച്ചുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകളെ എതിർക്കണം. ഏകസത്യ ദൈവത്തെ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും ഇങ്ങനെ വികലമായ സന്ദേശമായി മാനവരാശിയുടെ നെഞ്ചിൽ കോരിയിടുന്ന ഇവരെ ശക്തമായി എതിർക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ഒരു ബൈബിൾ സംഘടിപ്പിക്കുവാൻ അന്ന് ശ്രമിച്ചു. എന്നാൽ കാലം മുന്നോട്ട് കടന്നുപോയി. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. നാട്ടകം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൈകളിൽ കുറേ പുസ്തകങ്ങളുമായ ഒരു സംഘം ആളുകൾ ഞാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് കടന്നു വന്നു. അവരുടെ കൈകളിൽ മനോഹരമായ ചില ചെറിയ പുസ്തകങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ പുസ്തകങ്ങൾ കൊടുത്തു. എനിക്കും കിട്ടി ഒരെണ്ണം. ആ മനോഹരമായ പുസ്തകം, ചുവന്ന ബൈൻഡിട്ട ആ ചെറിയ പുസ്തകം, അതിന് പുറത്തെഴുതിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ സന്ദേശം. അതെനിക്ക് വളരെ ആകർഷണീയമായി തോന്നി. ഞാനത് എൻ്റെ മൂക്കോട് അടുപ്പിച്ച് കൊണ്ടു നടന്നു. പുതിയ പുസ്തകത്തിൻ്റെ ലീഫിൻ്റെ ഗന്ധം എനിക്കിഷ്ടമാണ്. ഞാനതിങ്ങനെ മൂക്കോട് അടുപ്പിച്ച് കൊണ്ടു നടന്നപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ പുസ്തകം കൊണ്ടു നടന്നിട്ടുള്ള സകല ആളുകളും നസ്രാനികളായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് മകനെ, നീ ഈ പുസ്തകം വലിച്ചെറിഞ്ഞു കളയുക എന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഈ പുസ്തകം നീ ചുമന്നുകൊണ്ട് നടന്നാൽ നീ മരിച്ചു വീണാൽ നിന്റെ മയ്യത്ത് പോലും ആരും തൊടുകയില്ല, നീ കാഫറായി പോകും. അതുകൊണ്ട് ഈ പുസ്തകം ഉപേക്ഷിക്കുക എന്നെൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ മനോഹരമായ പുസ്തകം ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഞാനതിൻ്റെ ലീഫിൻ്റെ ഗന്ധം അറിയുവാൻ എൻ്റെ മൂക്കോട് അടുപ്പിച്ച് കൊണ്ടു നടന്നപ്പോൾ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ ദൈവം അത് ചുംബനമായി കണക്കിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിൾ കരങ്ങളിലെടുത്തുവെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജീവനോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ വിശുദ്ധ ഗ്രന്ഥം കരങ്ങളെടുത്തില്ലായിരുന്നുവെങ്കിൽ, ഈ വചനം വായിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിരുന്നില്ല എങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ വിശുദ്ധ ഗ്രന്ഥം എൻ്റെ കരങ്ങളിൽ നൽകിയില്ലായിരുന്നുവെങ്കിൽ
ഞാൻ ബോംബെയിലോ താനെയിലോ പൂനെയിലോ കോട്ടയത്തോ ബാംഗ്ലൂരിലോ ഏതെങ്കിലും ഓടയിൽ ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ കുത്തിക്കീറപ്പെട്ടവനായി കിടക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഗ്രന്ഥം കരങ്ങളെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇന്നും ഞാൻ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം ഞാൻ കൊണ്ടു നടന്നു. കാലം പിന്നെയും മുന്നോട്ട് പോയി. സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായപ്പോൾ എൻ്റെ ഭവനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉദയം ചെയ്യുവാൻ തുടങ്ങി. എൻ്റെ വാപ്പ വലിയൊരു ഭക്തനായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങുന്നതിനേക്കാൾ അധികമായി ദൈവത്തെ നമസ്കരിക്കുന്നതാണ് പുണ്യം എന്ന് പറയുന്ന ഒരു പിതാവായിരുന്നു എനിക്കുള്ളത്. അദ്ദേഹം പറയുമായിരുന്നു, ഉറക്കത്തേക്കാൾ അധികമായി ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ദൈവത്തെ ആരാധിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ വാപ്പ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തക്ബീർ സ്വരമാണ് ഞങ്ങളെ പലപ്പോഴും തട്ടി ഉണർത്തുന്നത്. പ്രഭാതത്തിൽ വളരെ നേരത്തെ അദ്ദേഹം ഉണർന്ന് അദ്ദേഹമൊക്കെ ശുദ്ധി ചെയ്ത് നമസ്കരിക്കുവാൻ ആരംഭിക്കുമായിരുന്നു. വലിയ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ ഉമ്മ ആലപ്പുഴയിൽ മുസ്ലിങ്ങൾക്കിടയിൽ വളർന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും പരമ്പരാഗതമായി മുസ്ലിം വിശ്വാസിയായ മാതാപിതാക്കളാണ് അവർക്കുണ്ടായിരുന്നതുകൊണ്ടും 12ാമത്തെ വയസ്സിൽ അറബി മുഴുവനും കാണാതെ പഠിച്ച ഒരു സ്ത്രീയായിരുന്നു എൻ്റെ ഉമ്മ. 30 ജുസുവും കാണാതെ ഓതുവാൻ അവർക്ക് കഴിയും. ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെയും കടന്നു വന്നാൽ അവരെ അറബി പഠിപ്പിക്കുന്നത്, കുട്ടികളെ ഓതാൻ പഠിപ്പിക്കുന്നത് പലപ്പോഴും എൻ്റെ ഉമ്മയായിരുന്നു. വളരെ ഭക്തരായ മാതാപിതാക്കൾ. എൻ്റെ വാപ്പയുടെ ബിസിനസ്സൊക്കെ ഭക്തി കൂടുതലായതുകൊണ്ടായിരിക്കാം ആ സമയമായപ്പോൾ പൊളിയുവാനായി തുടങ്ങി. ബിസിനസ്സും കച്ചവടവും ഒക്കെ തകർന്നു. അദ്ദേഹം വലിയ ഒരു പ്രതിസന്ധിയിലായി. കുടുംബത്തിൽ വലിയ ദാരിദ്ര്യം കടന്നു വരുവാനായി ആരംഭിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, വലിയ ഭക്തനായിരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാനതിനായി കോട്ടയം പട്ടണത്തിലേക്ക് ഇറങ്ങി. കോട്ടയം പട്ടണത്തിൽ ബിസിനസ് ചെയ്യുന്ന നിരവധി ആളുകൾ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ചാർച്ചക്കാരുമാണ്. അവരോടൊപ്പം ചെറിയ കച്ചവടങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. എന്നാൽ എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധിക്ക് ഒരിക്കലും അത് പരിഹാരമായില്ല. ചെറുപ്പത്തിൽ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ഫുട്പാത്ത് കച്ചവടമൊക്കെ ചെയ്യുകയും ചെയ്തെങ്കിലും എൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് അതൊരിക്കലും പരിഹാരമായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം എന്നിൽ രൂഢമൂലമാവുകയും എന്തിനും പോന്ന ഒരു സംഘത്തോടൊപ്പം ചേരുവാൻ അങ്ങനെ എനിക്ക് അവസരമുണ്ടായി. ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി, ഭാഷ അറിയാത്ത സ്ഥലങ്ങളിൽ പോലും ചെന്ന് ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന കൊട്ടേഷനുകളൊക്കെ ചെയ്ത് കുറ്റകൃത്യങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള സമയമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ യാതൊരു സമാധാനവും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. വളരെ ചെറുപ്പമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ താമസിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരയുമായിരുന്നു. അവരെന്നോട് പറയുമായിരുന്നു, നീ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ദുഃഖമില്ലായിരുന്നു. നീ മരിച്ചു പോയാൽ 1-2 വർഷം നീണ്ടു നിൽക്കുന്ന ദുഃഖം, അത് കഴിയുമ്പോൾ ഞാനത് മറന്നുപോകും. പക്ഷെ നീ ജീവിച്ചിരിക്കുന്ന ദുഃഖമാണല്ലോ മകനെ എന്ന് പറഞ്ഞ് അവരെന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുടിയൊക്കെ വലിച്ചു പറിച്ച് അവർ ഉച്ചത്തിൽ കരയുമായിരുന്നു. എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, നീ കോട്ടയം പട്ടണത്തിലേക്ക് ചെല്ലണം. ഏറ്റവും ദൂരേക്ക് ഒരു ടിക്കറ്റ് എടുക്കണം. വല്ല കാശ്മീരിലേക്കോ കാഠ്മണ്ഡുവിലേക്കോ ഉള്ള ടിക്കറ്റ് നീ എടുക്കണം. ഞാൻ മരിച്ചുവെന്നറിഞ്ഞാൽ 10 ദിവസം യാത്ര ചെയ്തല്ലാതെ നീ കോട്ടയത്ത് വരുവാൻ പാടില്ല. ട്രെയിനുള്ള ടിക്കറ്റിനുള്ള ചാർജ് ഞാൻ തരാമെന്ന് എൻ്റെ വാപ്പ എന്നോട് പറയുമായിരുന്നു. എൻ്റെ പെങ്ങന്മാരെന്നെ കാണുമ്പോൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഓടി വിളിക്കുമായിരുന്നു. അവർ പറയും, നീ ഉറങ്ങുന്ന മുറിയിൽ ഞങ്ങൾക്ക് കടക്കുവാൻ പോലും ഭയമാണ്. നിന്റെ വസ്ത്രത്തിനു പോലും ചോരയുടെ ഗന്ധമാണ്. നിന്റെ വിയർപ്പിന് പോലും ചോരയുടെ ചൂരും ഗന്ധവുമാണ് എന്ന് പറഞ്ഞവർ പലപ്പോഴും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് എന്നെ വിട്ട് ഓടിപ്പോകുമായിരുന്നു. അത്ര ഏറ്റവും പാപത്തിൻ്റെ അഗാധതയിൽ വീണുപോയ സമയങ്ങളായിരുന്നു അത്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ നിരവധി കേസുകളും പ്രശ്നങ്ങളുമൊക്കെ ഉടലെടുത്തു. നിരവധി കേസുകളിൽ ഞാൻ പ്രതിയായിത്തീർന്നു. പിടികിട്ടാപ്പുള്ളിയായും വാറണ്ടും കരിവാറണ്ടുമായി അങ്ങനെ പോലീസുകാർ എന്നെ അന്വേഷിച്ചു നടന്നു. എനിക്കത് യാതൊരു സമാധാനവും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വെളിച്ചത്തിൽ ഇറങ്ങുവാൻ കഴിയാതെ ഞാൻ ഭയപ്പെട്ട് പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിലാണ് ഞാൻ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തനം സജീവമാകുന്നത്. എനിക്ക് കോളനി ലക്ഷം വീടുകളും ചെറുപ്രദേശങ്ങളുമൊക്കെയായി കേരളത്തിൽ പല സ്ഥലങ്ങളുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എനിക്ക് ലഭിക്കുകയും ഞാൻ ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് കോട്ടയം ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറിയായി ഞാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഞാൻ കോട്ടയം ജില്ലയുടെ പാർട്ടി പ്രസിഡന്റായി, ബഹുജൻ സമാജ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായി എറണാകുളത്ത് നടന്നൊരു മഹാസമ്മേളനം എന്നെ
തിരഞ്ഞെടുത്തു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അങ്ങനെ സംബന്ധിച്ചു പോകുമ്പോൾ ഒരു വലിയ വിഷയം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ പാർട്ടിക്കാരായിരിക്കുന്ന ചില സുഹൃത്തുക്കൾ ഞാൻ പ്രസിഡന്റായത് കാരണം അവരെന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ സ്വന്തം ജീവനെ കൊടുത്തും പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്, നല്ലവരാണ്. ഞാൻ അന്നും ഇന്നും സ്നേഹിക്കുന്ന പാർട്ടിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബഹുജൻ സമാജ് പാർട്ടി. പക്ഷേ ചുരുക്കം ചില ആളുകൾ പാർട്ടിയെ വിറ്റ് ഉപജീവനം കഴിക്കുന്നവരായിരുന്നു. അവരെന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അവരെനിക്ക് വേണ്ടി മരണപാശങ്ങൾ ഒഴുക്കി ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എന്നെ കാത്തിരുന്നു. എന്നെ കൊന്നുകളയുവാൻ അവർ തീരുമാനിച്ചു. ഞാൻ ഓർക്കുന്നു, രാത്രിയിൽ എന്നെ തലക്കിലും കാൽക്കലും എൻ്റെ വാപ്പയും ഉമ്മയും കാവലിരുന്നു. ഉറങ്ങുമ്പോൾ തലയിണക്കടിയിൽ തുരുമ്പിച്ച പഴയ വാൾ വെച്ച് അതിൻ്റെ പിടിയിൽ കരമമർത്തി ഉറങ്ങുവാനായി ശ്രമിച്ചു. പരാജയപ്പെട്ടു പോയി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ജീവന് ഭീഷണിയുണ്ടായി എന്നുള്ള സത്യം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരുടെയും എൻ്റെ പെങ്ങന്മാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പാർട്ടിയുടെ സ്ഥാനം രാജിവെച്ചു. ഞാനങ്ങനെ പാർട്ടിയുടെ സ്ഥാനം രാജിവെച്ചു. പച്ചയായ ജീവിതത്തിലേക്ക് പിന്നെയും ഇറങ്ങുവാനായി തുടങ്ങി. അപ്പോൾ അതുവരെയും മങ്ങിയിരുന്ന കേസുകളൊക്കെ പിന്നെയും ഉണർന്നെണീറ്റു. എൻ്റെ പേരിൽ പിന്നെയും കേസുകളുടെ വലിയ ശൃംഖല തന്നെ ഉണ്ടായി. പഴയ കേസുകളുമൊക്കെയായി പോലീസുകാർ വീട്ടിൽ കയറിയിറങ്ങുവാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിലാണ് ഞാൻ പലപ്പോഴും വീട്ടിൽ ചെല്ലുന്നത്. പകലെന്നെ കണ്ടാൽ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആത്മഹത്യ ചെയ്യാമെന്നുള്ള ചിന്തയിൽ ഞാൻ എത്തിച്ചേർന്നു. എങ്ങനെ മരിക്കുമെന്നുള്ളതായി എൻ്റെ ചിന്ത. എങ്ങനെയും ജീവൻ പിടിക്കണം, അതിനുള്ള തന്ത്രങ്ങളൊക്കെയും ഞാൻ ഒരുക്കുവാനായി തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നവാസ് എന്നാണ്. നവാസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. എൻ്റെ വീട്ടിൽ എന്നേക്കാൾ കൂടുതലായി എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും സ്നേഹിക്കുന്നത് അവനെയാണ്. അവനെ ചൂണ്ടിക്കൊണ്ടാണ് പലപ്പോഴും എൻ്റെ ഉമ്മ പറയുന്നത്, നീ നവാസിനെ കണ്ടുപടി എന്ന് പലപ്പോഴും എൻ്റെ ഉമ്മ അവനെ ചൂണ്ടി പറയും. എൻ്റെ പെങ്ങന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരവനോടാണ് പറയുന്നത്. അവനാണ് എന്നോട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അവനോട് ഞാൻ പറഞ്ഞു, നവാസെ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. അവൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യരുത്, അത് പാപമാണ് എന്നവൻ പറഞ്ഞു. ഞാൻ നിർബന്ധപ്പെട്ടു. ഒരിക്കലും എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഈ രാത്രിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവനോട് നിർബന്ധമായി ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവസാനം അവനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ സിയാദെ ഞാനും വരാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. അവനിങ്ങനെയാണ് പറഞ്ഞത്, നമ്മളൊരു പാത്രത്തിലുണ്ട്, ഒരു പായയിൽ ഉറങ്ങി വളർന്നവരാണ്. ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്ക് നിന്നെ മരിക്കുവാൻ അനുവദിക്കുകയില്ല. നമുക്കൊരുമിച്ച് മരിക്കാമെന്ന് നവാസിനോട് പറഞ്ഞു. ആ രാത്രിയിൽ കോട്ടയം പട്ടണത്തിൽ പോയി സെക്കൻഡ് ഷോയൊക്കെ കണ്ട് അല്പം മദ്യമൊക്കെ സേവിച്ച് ഞങ്ങൾ രണ്ടുപേരും പൂവന്തുരുത്തിൽ കോട്ടയത്ത് ആ പാളത്തിൽ വന്ന് കിടന്നു. രാത്രിയുടെ സമയമാണ്, ചെറിയ തണുപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പാളത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് നവാസാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാളത്തിൽ കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും കണ്ണ് തുറന്നു നോക്കരുത്. ലോകം ഇടിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാലും കണ്ണു തുറക്കരുത്. അങ്ങനെ തുറന്നാൽ മരിക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പാളത്തിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. നിമിഷങ്ങൾ കടന്നുപോയി. ദൂരെ നിന്നും ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. ഉരുക്ക് പാളങ്ങളിലൂടെ മരണത്തിന്റെ ചൂളം വലിച്ചെത്തുന്ന ആ ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. എൻ്റെ ചിന്തകളെ അത് പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉച്ചത്തിൽ എൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനവും എനിക്ക് കേൾക്കാം. നിമിഷങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഞാൻ ആ റെയിൽവേ പാളത്തിൽ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ എൻ്റെ ഇരുണ്ട ആത്മാവിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു ശബ്ദം ഞാൻ അനുഭവിക്കുകയാണ്. സിയാദെ, കണ്ണു തുറക്ക് എന്നുള്ള ശബ്ദം ഞാൻ എൻ്റെ ആത്മാവിൽ അനുഭവിക്കുകയാണ്. ഞാൻ കേൾക്കുന്നു, ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ, ഈ രാത്രിയിൽ നീ പാളത്തിൽ ആത്മഹത്യ ചെയ്താൽ, നിന്റെ ജീവനെ നീ ഉപേക്ഷിച്ചാൽ, നീ ആത്മഹത്യ ചെയ്താൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും എന്നുള്ള ചോദ്യം ഞാൻ കേൾക്കുകയാണ്. നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ആ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ പാളത്തിൽ കിടക്കുന്നതുവരെയും ഞാൻ ചെയ്ത സകല പാപങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഒരു ദൃശ്യത്തിലെന്ന വണ്ണം, ഒരു സ്ക്രീനിലെന്ന വണ്ണം തെളിഞ്ഞു വരികയാണ്. ആ പാളത്തിൽ ഞാൻ കണ്ണുകളടച്ച് കിടക്കുമ്പോൾ സൃഷ്ടാവായ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ ഫലകങ്ങളിൽ ഞാൻ ചെയ്ത സകല പാപങ്ങളും ഈ ദൃശ്യമായി വരച്ചു കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡുകൾ കടന്നു പോകുന്നു. ട്രെയിനിന്റെ ശബ്ദം എനിക്കിപ്പോൾ ശക്തമായി കേൾക്കാം. എൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുന്നു, നീ കണ്ണു തുറക്ക്. അവസാനം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തായിരുന്നാലും മരിക്കാൻ പോകുകയാണ്. ഈ ലോകം ഉപേക്ഷിച്ച് ഞാൻ പോകാൻ പോകുകയാണ്. ഈ ദേശം എനിക്കിനി കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കളയാം എന്നുള്ള ചിന്തയിൽ ഞാൻ പാളത്തിൽ കിടക്കുമ്പോൾ എൻ്റെ ആത്മാവിങ്ങനെ മന്ത്രിച്ചു, നീ കണ്ണു തുറക്ക്. അവസാനം ആ ശബ്ദത്തിന് ഞാൻ ചെവി കൊടുത്തു. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. എൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ കൂടെ പാളത്തിൽ കിടന്ന കൂട്ടുകാരൻ അവിടെയില്ല. ഞാൻ
പറഞ്ഞല്ലോ, കൂട്ടുകാരെ കൊണ്ട് നമുക്ക് ഉപകാരമില്ല എന്നൊരിക്കലും നാം ചിന്തിക്കരുത്. പാളത്തിന് നടുവിൽ വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോകും. റെയിൽവേ പാളത്തിൽ ഉപേക്ഷിച്ച് കടലിന്റെ തിരുമാലകളിലേക്ക് തള്ളിക്കളഞ്ഞ് നമുക്ക് വേണ്ടി നമ്മുടെ പിടലിയിൽ ഒരു കുരുക്ക് ഒരുക്കി സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു പോകും. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. എൻ്റെ കയ്യിൽ നിന്നും ആരും നിന്നെ പിടിച്ച് പറിക്കുകയില്ല. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യം എന്നിലേക്ക് പകർന്നപ്പോൾ ഞാൻ ആ പാളത്തിൽ നിന്നും എഴുന്നേൽക്കുവാനായി ഇടയായി തീർന്നു. ദൂരെ നിന്നും ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കുമ്പോൾ അടുത്തു വരികയാണ്. ഞാൻ വളരെ പെട്ടെന്ന് പാളത്തിൽ നിന്നും ഇഞ്ചക്കാട്ടിലേക്ക് ഉരുണ്ടുമാറി. ട്രെയിൻ ചൂളം കുത്തി കടന്നുപോയി. ട്രെയിൻ പോയ പാടെ ഞാൻ പാളത്തിൽ തിരികെ മരിച്ചവനെ പോലെ കിടക്കുമ്പോൾ ഞാൻ കാണുകയാണ്, എന്നെ പാളത്തിൽ കൊണ്ടുവച്ച എൻ്റെ സുഹൃത്ത് ഓവർ ബ്രിഡ്ജിൽ നിന്നും ഇറങ്ങി വരികയാണ്. ചെതറിത്തെറിച്ച എൻ്റെ ശരീരം കാണുവാൻ, ഛിന്ന ഭിന്നമായ എൻ്റെ ശരീരം കാണുവാൻ ഇരുട്ടിൻ്റെ മറവിൽ അവൻ ഇറങ്ങി വരികയാണ്. ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും പാളത്തിന് നടുവിൽ വെച്ച് നിന്റെ ബന്ധങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും നമ്മെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. എനിക്ക് മരിക്കുവാൻ കഴിഞ്ഞില്ല. മരിക്കണമെന്നുള്ള ആഗ്രഹം എന്നിൽ നിന്നും വിട്ടുപോയി. ഞാൻ നിരാശനായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം നിരാശ അനുഭവിച്ച നിമിഷങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഞാൻ ചിന്തിച്ചു, എന്നെ പാളത്തിൽ ഉപേക്ഷിച്ചിട്ട് എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഒരുപക്ഷെ അവനിങ്ങനെ വിചാരിച്ചിരിക്കാം, വാപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരിമാർക്കും എന്നും ഭീഷണിയായ സമാധാനക്കേടായ എന്നെ പാളത്തിൽ കൊണ്ടുവച്ച് കൊന്നുകളഞ്ഞാൽ അതൊരു പക്ഷെ ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്നവൻ ചിന്തിച്ചിരിക്കാം. ഞാൻ ആ പാളത്തിൽ നിന്നും എഴുന്നേറ്റു. പകല് എനിക്ക് ഇവിടെ പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. രാത്രിയിലാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഒരു രാത്രിയിൽ ഞാനിങ്ങനെ പൂന്തുരുത്ത് ദേശത്തൂടെ കടന്നു വരുമ്പോൾ കടുവാക്കുളത്തിനടുത്ത് ഇന്ന് ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ നിൽക്കുന്ന സ്ഥലം എന്നൊരു ചെറിയ മൈതാനമാണ്. ആ മൈതാനത്ത് ഒരു ചെറിയ ടെന്റ് കെട്ടി കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഇട്ടിൽ നിന്നുകൊണ്ട് ഞാൻ അവിടേക്ക് നോക്കുമ്പോൾ ഒരു ദേവദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്, ആശ്രയമാർഗം യേശുവിലുണ്ട്, ആശ്വസിപ്പിച്ചിടും നിന്നെ എന്നും, ശങ്കയെന്നേ വന്നിടുകിൽ നിന്റെ സങ്കടമെല്ലാം തീർക്കുമവൻ, ശങ്കയെന്നേ വന്നിടുകിൽ നിന്റെ സങ്കടമെല്ലാം തീർക്കുമവൻ. ആശ്രയമാർഗം യേശുവിലുണ്ട്, ആശ്വസിപ്പിച്ചിടും നിന്നെ എന്നും, ശങ്കയെന്നേ വന്നിടുകിൽ നിന്റെ സങ്കടമെല്ലാം തീർക്കുമവൻ. ഞാൻ എത്രയോ പാട്ടുകൾ കേട്ടിരിക്കുന്നു. എത്രയോ പാട്ടുകളുടെ താളത്തിനൊത്ത് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഞങ്ങൾ നൃത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ ആ രാത്രിയിൽ ഞാൻ കേട്ട പാട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു. ഇതുപോലൊരു പാട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ആശ്രയമാർഗം യേശുവിലുണ്ട് എന്നുള്ള ആ പാട്ട് എൻ്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ചു കളഞ്ഞു. ഞാൻ ആ രാത്രിയിൽ ആ ടെന്റ് കെട്ടിയിരിക്കുന്ന മൈതാനിയിലേക്ക് കടന്നു ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളുകളെല്ലാം അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ആ വരികൾ ഞാൻ ഇന്ന് ഓർക്കുന്നു. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ ആ പാട്ട് പാടി അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നടുവിൽ ഞാൻ നിൽക്കുകയാണ്. പാട്ട് കഴിഞ്ഞു, ആളുകളെല്ലാവരും ഇരുന്നു. അതിനുശേഷം വിശുദ്ധ വേദപുസ്തകവുമായി ഒരു ദേവദാസൻ എഴുന്നേറ്റു. അദ്ദേഹം വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുവാൻ ആരംഭിച്ചു. അതിങ്ങനെയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞു പോലെയായിത്തീരും. മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിച്ചാലോ വാളിന് ഇരയായിത്തീരും. യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വീണുപോയ തന്റെ ജനത്തെ ഇരു കരങ്ങളും നീട്ടി അവരെ ആഹ്വാനം ചെയ്യുകയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ ആരംഭ സൂക്തങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, ആകാശമേ കേൾക്ക,
ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പോറ്റി വളർത്തിയ എന്റെ ജനം ഇതാ എന്നെ വിട്ടകന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തിനു നേരെ ആർദ്രമായ കരങ്ങൾ നീട്ടി വിലപിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ആ രാത്രിയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, എന്നോടാണ് ആ രാത്രിയിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചത്. എന്റെ ഹൃദയത്തോടാണ് അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആ വചനം ഇടപെട്ടത്. അതിങ്ങനെ, വരുവിൻ നമുക്ക് വാദിക്കാം, നിന്റെ പാപങ്ങൾ അത് കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കുമെന്ന് ആ രാത്രിയിൽ ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിച്ചു. ഞാൻ ചിന്തിക്കുന്നു, എന്റെ സകല പാപങ്ങളും, എന്റെ സകല ദോഷങ്ങളും, എന്റെ സകല ശാപങ്ങളും ആ രാത്രിയിൽ ദൈവം തമ്പുരാൻ ഏറ്റുവാങ്ങുകയാണ്. നാം ഇങ്ങനെ കാണുന്നുണ്ട്, ഇതാ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ ജനം ലോകത്തിന്റെ പുറംപോക്കിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നഖം മുതൽ മുടി വരെയും യാതൊരു സൗഖ്യവുമില്ല. ദേഹം മുഴുവൻ വ്രണം ബാധിച്ചിരിക്കുന്നു. പൊക്കൽ കൊടി പോലും കടിച്ച് മുറിച്ചു കളയുവാൻ ദയ കാണിക്കാതെ പെറ്റമ്മ പോലും ആ തന്റെ മകനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ പുറംപോക്കിൽ വീണുപോയ ദൈവത്തിന്റെ ജനം, അവരെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഇനി നിന്നെ അടിച്ചിട്ടെന്തിനാണ്, നീ ഒന്നിനധികം പിന്മാറുകയുള്ളൂ. നിന്റെ വ്രണങ്ങളിൽ ആരും ഇന്നുവരെയും വീഞ്ഞ് പകർന്ന് ശമിപ്പിച്ചിട്ടില്ല. നിന്റെ ആന്തരിക ക്ഷതങ്ങൾക്കൊരിക്കലും ആരും നിന്റെ അധരങ്ങളിൽ വീഞ്ഞു പകർന്നിട്ടില്ല. നിന്റെ പുറമേയുള്ള നിന്റെ മുറിവുകൾ ഉണക്കുവാൻ ആരും അതിനെ ഞെക്കി കഴുകിയിട്ടില്ല. ആരും ആ മുറിവിന്മേൽ എണ്ണ പകർന്നിട്ടില്ല. എന്നാൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, നിന്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ തന്റെ ജനത്തെ നോക്കി വിലപിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ആ രാത്രിയിൽ ഞാൻ തിരിച്ചറിയുകയാണ്. ആ പ്രാസംഗികൻ അദ്ദേഹം റോമാലേഖനത്തിലേക്ക് കടന്നു വന്നു. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിന്റെ കാരണം, ന്യായപ്രമാണം എന്താവശ്യപ്പെട്ടുവോ അത് പുലർത്തുവാൻ കഴിയാതെ വണ്ണം പാപത്തിന്റെ അഗാധതയിൽ വീണുപോയ മനുഷ്യനെ, ന്യായപ്രമാണം ആവശ്യപ്പെട്ടതിനെ ആ നില നിവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം മനുഷ്യന്റെ ജഡം ബലഹീനമായി തീർന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ച് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടുന്ന ശിക്ഷ അവന്റെ മേൽ ചുമത്തിക്കൊണ്ട്, പൂർണ്ണമായി നരകശിക്ഷ യേശുക്രിസ്തുവിന്മേൽ ചുമത്തിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവനെ പൂർണ്ണമായി വിട്ടയക്കുവാൻ, പൂർണ്ണമായി മോചിപ്പിക്കുവാൻ, അവന്റെ സകല പാപങ്ങളും മോചിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ദൈവിക സന്ദേശം ആ രാത്രിയിൽ ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുകയാണ്. ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, നാം അത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ അവൻ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞിരിക്കുന്നു. സമുദ്രത്തിന്റെ ആഴത്തിൽ നമ്മുടെ പാപങ്ങളെ അവൻ ഇട്ടുകളഞ്ഞിരിക്കുന്നു. മേഘം പോലെ നിന്റെ ലംഘനങ്ങളെയും കാർമേഘം പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ മായ്ച്ചു കളയും എന്നുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. മറ്റാർക്കും കണ്ടെടുക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന സ്വർഗീയ സന്ദേശമാണ് സുവിശേഷമെന്ന് ആ രാത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രിയിൽ എൻ്റെ പാപങ്ങളെ ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. എൻ്റെ പാപങ്ങൾ സകലവും ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. ഞാൻ ആ രാത്രിയിൽ മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. ആ ദേവദാസന്മാർ നടുവിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവന്റെ ഗതകാലങ്ങളൊക്കെ മറന്നുപോകുകയാണ്. അതൊക്കെ ദൈവം മായ്ച്ചു കളയുകയാണ്. അവന്റെ പാപങ്ങളെ ഇനി ഓർക്കുന്നില്ല. അവന്റെ പുത്രനിമിത്തമായി മാനവരാശിയോട് കാണിച്ച മഹാദയയാണ് ദൈവത്തിന്റെ സുവിശേഷം. എന്താണ് സുവിശേഷമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, അതാകുന്നു സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തിയിൽ അഥേനയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പ്രസംഗിക്കുന്നു, അഥേന പുരുഷന്മാരെ, നിങ്ങൾ സകലരും ഭക്തിയുള്ളവർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് ഞാൻ കാണുന്നു. നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുകയാണ്. ലോകവും അതിലുള്ളതൊക്കെ നിർമ്മിച്ച ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അവൻ തനിക്കെന്തെങ്കിലും ആവശ്യമുള്ളവനെന്നതുപോലെ മനുഷ്യന്റെ മുന്നിൽ കരം നീട്ടി നിൽക്കുന്നില്ല. അവൻ സകലർക്കും ശ്വാസവും ജീവനും നൽകുന്നവനാണ്. ആ രാത്രിയിൽ എൻ്റെ ദൈവം
അവൻ്റെ പുത്രനിമിത്തമായി എന്നെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. അവനാകട്ടെ സകല മഹത്വവും സകല പുകഴ്ചയും ഞാൻ അവന് നൽകുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സമ്പൂർണമായ ജീവിതത്തെ അവൻ മാറ്റിമറിച്ചു. എൻ്റെ പാവമംഗലമായ ഗതകാലങ്ങളെ അവൻ എന്നിൽ നിന്നും സമ്പൂർണമായി എടുത്തു മാറ്റി. ഞാനിപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം ജാതികളുടെ നടുവിൽ ഞാൻ പ്രസംഗിക്കുന്നു. ദേശത്ത് നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്നുള്ള പ്രഖ്യാപനം ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ ആ സന്ദേശം മാനവരാശിക്ക് നൽകുകയാണ്. തെരുവോരങ്ങളിൽ കർത്താവിനെ പ്രസംഗിക്കുന്നു. കർത്താവിനറിയാത്ത കുറ്റവാളികൾക്കിടയിൽ അവൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്നു. എനിക്ക് പറയുവാൻ കഴിയും, ഒരിക്കൽ ഞാനൊരു പാപിയായിരുന്നു, ഒരു മഹാപാപിയായിരുന്നു. എന്ന കർത്താവായ യേശുക്രിസ്തു അവൻ്റെ പുത്രനിമിത്തമായി എന്നെ രക്ഷിച്ചു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഭൂമിയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. പിലാത്തോസിന് മുന്നിൽ അവൻ നിന്നു. ഒരു രാത്രിയിൽ 5 കോടതികളിൽ അവൻ വിസ്തരിക്കപ്പെട്ടു. നരാധവനായ യൂദയുടെ വിഷലിപ്തമായ ചുംബനത്താൽ അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ടു. ഒരു സൈന്യം അവന്റെ നേരെ വന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. അവൻ കാൽവരിയിലെ ക്രൂശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടു. 2 കള്ളന്മാരുടെ നടുവിൽ ഒരു വലിയ കള്ളനെ പോലെ, ഒരു രാജ്യദ്രോഹിയെപ്പോലെ അവൻ ക്രൂശിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, 3 ആണികൾ കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ റോമാ സൈന്യം 3 ആണികൾ കൊണ്ട് അവൻ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ സിയാദ് ഇബ്രാഹിം അവനെ പ്രസംഗിക്കുമായിരുന്നില്ല. 3 ആണികൾ കൊണ്ട് ആരെങ്കിലും അവസാനിച്ചു പോകുന്നുവെങ്കിൽ അവനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ആർക്കും കഴിയുകയില്ല. 3 ആണികൾ കൊണ്ട് ഒരു പ്രവാചകന്റെ ശബ്ദം ഇല്ലാതാക്കുവാൻ കഴിയുമെങ്കിൽ അവനൊരു പ്രവാചകനല്ല. ഇന്ന് രാത്രി, ഇന്നീ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് എൻ്റെ സകല പാപങ്ങളിൽ നിന്നും സർവശക്തനായ ദൈവം എന്നെ മോചിപ്പിച്ചു. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കാൽവരിയിലെ ക്രൂശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് വിലാപ്പുറം പിളർന്ന് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉച്ചത്തിൽ വിലപിച്ചുകൊണ്ട് നിവൃത്തിയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം ചുമലിൽ തല ചായ്ച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവനെ, തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ്. ആരുവനെ സ്വീകരിക്കും, ആരുവനെ ഏറ്റുപറയും. ആരെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ ആരെങ്കിലും പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഒരു വാക്കൂടെ പറയട്ടെ, നിങ്ങളുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി, നിങ്ങളുടെ സകല ലംഘനങ്ങൾക്കും പരിഹാരമായി കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവന്റെ സന്ദേശം, ആ സത്യസുവിശേഷം നിന്റെ സകല പാപങ്ങളെയും മോചിക്കുവാൻ പര്യാപ്തമാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുവൻ പാപം ചെയ്താൽ അവൻ യാഗപീഠത്തിനരികിലേക്ക് കടന്നു വരണം. അവൻ കൊണ്ടുവരുന്ന യാഗമൃഗങ്ങളുടെയോ ജീവജാലങ്ങളുടെ രക്തം അവന്റെ പാപങ്ങളെ സമ്പൂർണമായി മായ്ക്കുന്നില്ല, അത് മറച്ചു വയ്ക്കുന്നതേ ഉള്ളൂ. എന്നാൽ കാലത്തിന് തികവിൽ 2008 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ നടുവിൽ ലോക ചരിത്രത്തെ 2ആയി കീറിമുറിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടിയാണ്. എൻ്റെ ജീവനെ കൊടുക്കുവാനും അത് തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ മേൽ തനിക്ക് അധികാരമുണ്ട് എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. മനുഷ്യന്റെ പാപത്തെ മോചിച്ചു കൊടുത്തുകൊണ്ട് പാപത്തെ മോചിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഞാനാണ് എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ നിന്നുകൊണ്ട് യഹൂദന്മാരോടൊപ്പം കണ്ണു കലങ്ങി കരഞ്ഞ കർത്താവായ യേശുക്രിസ്തു തൊട്ടടുത്ത നിമിഷത്തിൽ തന്റെ കരങ്ങൾ ഉയർത്തി ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുമ്പോൾ മരണത്തിന്റെ പാശങ്ങൾ അഴിച്ച് ജീവങ്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ലാസർ എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് യേശുക്രിസ്തു പറഞ്ഞുവെങ്കിൽ ജീവന്റെ മേൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ആധികാരികമായി പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാണ്. നമ്മെ രക്ഷിക്കുവാൻ പൂർണ്ണമായും അവന് കഴിയും. അവൻ ആകാശമേഘങ്ങളിലൂടെ കടന്നുപോയ മഹാപുരോഹിതനാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്തം മനുഷ്യന്റെ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അയ്യം വിളിച്ച് പിന്മാറിയപ്പോൾ ഇതാ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകലവും പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമായി ഭൂമിയിൽ വെളിപ്പെട്ടു എന്നുള്ള സത്യമാണ്
സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ കർത്താവായ യേശുക്രിസ്തു. അവൻ സർവ്വത്തിനുമീതെ എന്നേക്കും ദൈവമായി വാഴ്ത്തപ്പെട്ടവനാണ്. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അദർശനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിമയാണ് കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്, അവൻ ജഡാവതാരമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ സമ്പൂർണ്ണമായി മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. 2008 വർഷം മുമ്പ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. അവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെയും പാപരഹിതനാക്കി രാജപുരോഹിത വർഗമാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുവാൻ കഴിയുന്ന രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന ഏവരോടും ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മറ്റൊരു മാർഗവുമില്ല. എന്നെ രക്ഷിച്ച ദൈവം, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്ത ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളെ നേരെ കരങ്ങൾ നീട്ടി അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ഏവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറന്നു കളയുകയില്ല. ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ നിങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ആത്മാവിനെ നൽകും, പുതിയൊരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജീവിതം പരാജയമാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതം ഏറ്റവും ദുഃഖപരമാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അധികം ക്ലേശപൂർണമായ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, അത് വിജയമാക്കി തീർക്കുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ നിമിത്തമായി നമ്മെ സ്നേഹിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണുകളും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് കല്ലറയിൽ, അരിമത്തിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയിരിക്കുന്നു. അവൻ മടങ്ങി വരാൻ പോകുകയാണ്. അവന്റെ മടങ്ങിവരവ് ലക്ഷണങ്ങളായി സകലവിധമായ വ്യാധികളും രോഗങ്ങളും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഭൂമിയിൽ ആകമാനം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അവൻ മടങ്ങി വരാൻ പോകുന്നു. മടങ്ങി വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ രാത്രിയിൽ ആരെങ്കിലും പാപത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, പാപം മോചിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സകല പാപങ്ങളെയും മോചിക്കുന്ന രക്ഷാ സന്ദേശമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രയും നേരം ശാന്തമായി ഈ സന്ദേശം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദ്യങ്ങൾ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.